ഹായ് ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ ഉണ്ടാക്കാൻ പോവാണ്. എന്നിട്ട് അത് വെച്ചൊരു ക്രിസ്മസ് ഡെക്കർ ഉണ്ടാക്കാൻ പോവാണ്. ഈ ക്ലേ യൂസ് ചെയ്ത് നമുക്ക് ബോട്ടിൽ ആർട്ട് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ കുറേ നാളായിട്ട് എൻ്റെ അടുത്ത് ഈ ഒരു വീഡിയോ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഞാനപ്പോൾ പലതരത്തിൽ പരീക്ഷിച്ച് നോക്കിയിട്ട് എനിക്ക് സക്സസ് ആയിട്ടുള്ളതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. ആദ്യം തന്നെ നമ്മളിവിടെ ഒരു ഗ്ലാസ് മൈദയാണ് എടുക്കുന്നത്. മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ നമുക്ക് എടുക്കാം. ഏതിലാണോ ഈ മൈദ മെഷർ ചെയ്യണേ അതിൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ മെഷർ ചെയ്ത് എടുക്കുക. ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അര ഗ്ലാസ് നന്നായിട്ട് തിളച്ച ചൂടുള്ള വെള്ളം വേണം എടുക്കാനായിട്ട്. അര ഗ്ലാസ് വെള്ളത്തിലേക്ക് ഞാനിവിടെ 1/4 ഗ്ലാസ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഉപ്പൊക്കെ ഞാനിവിടെ മെഷർ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗ്ലാസ് മൈദ, അര ഗ്ലാസ് ചൂടുള്ള വെള്ളം, അതിലേക്ക് 1/4 ഗ്ലാസ് ഉപ്പ്. ഈ ഒരു കണക്കിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ചൂടുവെള്ളത്തിൽ ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടും. ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു കാര്യം കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. 1/2 സ്പൂൺ ബോഡി ലോഷൻ. ഈ ബോഡി ലോഷൻ ഇല്ലയെന്ന് വെച്ചാൽ നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ബോഡി ലോഷൻ ഉണ്ടെങ്കിൽ അത് തന്നെ ആഡ് ചെയ്യാം കേട്ടോ. കാരണം അതാണ് കൂടുതൽ നല്ലത്. ഓയിലാകുമ്പോൾ നമുക്കിതിനൊരു എണ്ണമയം പോലെ ഉണ്ടാവും. പക്ഷേ ബോഡി ലോഷൻ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും, ഒരു നനവ് ഉണ്ടാവുകയും ചെയ്യും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കൈ വെച്ചിട്ട് കുഴച്ച് മിക്സ് ചെയ്ത് എടുക്കുക. ഈ ഒരു ടൈമിലാണ് ഇതിൽ അലിയാണ്ടിരിക്കണ ഉപ്പൊക്കെ അലിഞ്ഞ് വരിക. അങ്ങനെ നന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കുഴച്ച് നല്ല സോഫ്റ്റാക്കി കയ്യിലൊന്നും ഒട്ടാത്തൊരു പരുവത്തിൽ നമുക്ക് കിട്ടും. ഇനി ഓരോരുത്തരും മെഷർ ചെയ്ത് എടുക്കുമ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ ചിലപ്പോൾ വരുമല്ലോ. അപ്പോൾ 1 സ്പൂൺ വെള്ളം കൂടി പോയാലും മതി. ഇത് കുറച്ചൊന്ന് ലൂസായിട്ടുണ്ടാവും, കയ്യിലൊട്ടണ പോലെ ഉണ്ടാവും. അങ്ങനെ കയ്യിലൊട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതിലേക്ക് ഒരല്പം മൈദ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു മെഷർമെൻറ്റ് വെച്ച് ഞാൻ ഇതിനു മുമ്പും ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലേ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. ഇങ്ങനെ കിട്ടിയിട്ടില്ല, കയ്യിലൊട്ടുകയെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരല്പം മൈദ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ അഭിപ്രായം ഇത് ആവശ്യത്തിന് മാത്രം നമ്മൾ കുറച്ച് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അപ്പോഴത്തെ ആവശ്യത്തിന് കുറച്ച് ഉണ്ടാക്കി എടുക്കുക. കൂടുതലായിട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട. പിന്നെ കൂടുതലുണ്ട് ബാക്കി ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് പൊതിഞ്ഞ് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പക്ഷേ ഒരാഴ്ചയൊക്കെ മാക്സിമം ഇത് വെച്ചാൽ മതി. കേടൊന്നും പെട്ടെന്ന് വരില്ല, കാരണം ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ടല്ലോ. പക്ഷേ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഒക്കെ മാറി വരും. ഒരാഴ്ച കഴിഞ്ഞാൽ കുറച്ച് ഡ്രൈ ആയിട്ടൊക്കെ നമുക്ക് തോന്നും. അതുകൊണ്ട് മാക്സിമം ഒരാഴ്ചയൊക്കെ വെച്ചാൽ മതി. ഇനി ഞാൻ ഈ ടേബിളിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം ടാൽക്കം പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ക്ലേ ചപ്പാത്തിയൊക്കെ പരത്തണ പോലെ പരത്തിയെടുക്കാം. ഈ ഒരു ക്ലേ വെച്ചിട്ട് നമ്മൾ മാക്സിമം തിന്നായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. കാരണം തിക്നെസ് കൂടും തോറും ഇത് ഡ്രൈ ആവുമ്പോൾ ക്രാക്സ് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ തിന്നായിട്ട് ഇത് പരത്തിയെടുക്കുക. ഇനി നമ്മളിതിൽ ക്രിസ്മസ് ഡെക്കർ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ സ്റ്റാറിൻ്റെ ഷേപ്പിലുള്ള എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ എല്ലാവരുടെ കയ്യിൽ അതൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എൻ്റെ കയ്യിലും ഇല്ല. ഞാനിവിടെ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ റൗണ്ട് ഷേപ്പിലുള്ള ഒരു അടപ്പ് എടുത്തിട്ട് ആ അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ചുറ്റുമുള്ള ഭാഗം ഇതുപോലെ എടുത്ത് മാറ്റുകയാണ്. ഇനി നമ്മളുടെ വിരൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. 5 എണ്ണം ഇതുപോലെ നമ്മളുടെ 2 വിരലുകൾ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പിടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാറിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ടാവും. കണ്ടില്ലേ, വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. നമ്മളുടെ വിരൽ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. പ്രസ് ചെയ്യണ സ്റ്റാറിൻ്റെ ഷേപ്പിലുള്ള ആ സംഭവം ഉണ്ടെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഞാനിത് ഓരോന്നായിട്ട് കയ്യിലെടുത്ത് ബാക്കിയുള്ള ഷേപ്പാക്കലൊക്കെ നമ്മളുടെ കയ്യിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം. പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് ഒന്ന് ആ ഷേപ്പൊക്കെ ഒന്ന് കറക്റ്റാക്കി എടുക്കുക. അങ്ങനെ നമ്മളുടെ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഷേപ്പ് എല്ലാം കറക്റ്റാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഹോൾ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ബാംബൂ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് വലിയ ഹോള് വേണമെന്നുണ്ടെങ്കിൽ റൂൾഡ് പെൻസിൽ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇതിൽ ഹോളിട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ എല്ലാം ഞാൻ ഇതുപോലെ ഹോളിട്ടൊക്കെ കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഉണങ്ങാനായിട്ട് വെയിലുള്ള സ്ഥലത്ത് കൊണ്ടുവയ്ക്കാം. ഒരു 2 ദിവസം നല്ലോണം വെയിൽ കൊള്ളണം, എങ്കിലാണ് ഇത് ഫുള്ളായിട്ട് ഉണങ്ങി കിട്ടുള്ളൂ. ഇത് കണ്ടില്ലേ, ഞാൻ ഈ ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ഓരോ പെറ്റൽസൊന്നും വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുള്ള റോസൊന്നും അല്ല ഇത്. സിമ്പിളായിട്ടുള്ളൊരു ട്രിക്ക് യൂസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നും പിന്നെ ഇത് വെച്ചിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റാർസ് ഉണക്കാൻ വേണ്ടി വെച്ചിട്ടില്ലേ, അത് ഉണങ്ങിയോ നോക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ഉണങ്ങി വരണം. അതാണ് ഞാൻ പറഞ്ഞത് 2 ദിവസം നന്നായിട്ട് വെയിലത്ത് വെക്കാൻ വേണ്ടിയിട്ട്.
ഇനി ഞാനിതിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഞാനിവിടെ ഗോൾഡൻ കളർ ആക്രിലിക് പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്. നമുക്ക് സിൽവർ കളർ പെയിൻറ്റ് അടിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ പെയിൻറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നല്ല ഭംഗിയാണ്. പിന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് നമുക്ക് ഗ്ലിറ്റർ പൗഡർ ഉണ്ടല്ലോ അതിട്ട് കൊടുത്താലും നല്ല രസമുണ്ടാവും കാണാനായിട്ട്. ഇനി നമുക്കിത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ത്രെഡ് ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് ഇതൊന്ന് കുടുക്ക് പോലെ ഇങ്ങനെ ഹാങ് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ക്ലേ വെച്ചിട്ട് നമുക്ക് ഇതുപോലുള്ള ക്രാഫ്റ്റുകൾ അതുപോലെ ബോട്ടിൽ ആർട്ട് അങ്ങനത്തെയൊക്കെ ചെയ്തെടുക്കാം. പക്ഷേ നമുക്ക് ക്ലേ മോഡലിംഗ് ഉണ്ടല്ലോ, ഫേസൊക്കെ ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ക്ലേ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. ചെറിയ ചെറിയ ഷേപ്പുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഞാനിത് കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് സാറ്റിൻ റിബൺ റെഡ് കളറിലുള്ളത് ഇതുപോലെ നല്ല ഭംഗിയിൽ കെട്ടിക്കൊടുത്ത് ഇതിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ മടക്കി പിടിച്ച് ചരിച്ചൊന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഈ ത്രെഡിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ഇപ്പോൾ ഈ സാറ്റിൻ റിബൺ കെട്ടിയിട്ടില്ല, ആ കെട്ടുന്നതിൻ്റെ ഇടയിൽ കൂടെ ഈ ത്രെഡ് എടുത്തു കൊടുത്താലും മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മളുടെ ചാനലിൽ ഇതുപോലുള്ള ഒരുപാട് ക്രിസ്മസ് ക്രാഫ്റ്റുകളൊക്കെ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ല് ഓണാക്കി ഇടുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ക്രിസ്മസ് ഒക്കെ ആവാറായില്ലേ, അപ്പോൾ സമയം കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ക്രിസ്മസിന് വീടൊക്കെ നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്യാം.